നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ്. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് പ്രോബ്ലംസ് ആണല്ലേ നോക്കിയത്. അതായത് സീവറിനെ കുറിച്ചുള്ള പ്രോബ്ലംസ്, സീവറിന്റെ ഡിസൈനും പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഏരിയയിൽ നമുക്ക് തന്ന കാച്ച്മെന്റ് ഏരിയയിലെ എത്രത്തോളം മഴ പെയ്യുന്നുണ്ട്, ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോം വാട്ടർ ഫ്ലോ അല്ലെ, അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. അപ്പൊ ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോം വാട്ടർ ഫ്ലോ നമ്മൾ ആ റാഷണൽ ഫോർമുല വെച്ച് ചെയ്തു അല്ലെ. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സീവേഴ്സിനെ കുറിച്ചാണ്. അതായത് ആ പൈപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ സീവറിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സീവർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സീവേജ് ക്യാരി ചെയ്യുന്ന പൈപ്പ് ലൈൻ. അതിനെ പറയുന്ന പേരാണ് എന്ത്? സീവർ അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സെലക്ഷൻ ഓഫ് ഷേപ്പ് ഓഫ് സീവർ എന്ന് നോക്കാം. അതായത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഭൂരിഭാഗം പൈപ്സും സർക്കുലർ ഷേപ്പാണ് അല്ലെ. സർക്കുലർ ഷേപ്പാണ് ക്രോസ് സെക്ഷൻ വരുന്നത്. പക്ഷേങ്കിൽ സർക്കുലർ ഷേപ്പ് മാത്രമല്ല സീവർ ഉള്ളത്. റെക്ടാങ്കുലർ ഷേപ്പ് ഉണ്ട്, എലിപ്റ്റിക്കൽ ഷേപ്പ്, ഹോഴ്സ് ഷൂ ഷേപ്പ്, അങ്ങനെ പല ഷേപ്സിലും സീവർ അവൈലബിൾ ആണ്. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് നമ്മളൊരു സീവറിന്റെ ഷേപ്പ് പറയുന്നത്, ഏത് ഷേപ്പ് ഓഫ് സീവർ ആണ് വേണ്ടത്, അനുയോജ്യം എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് നമുക്ക് നോക്കാം. ഒന്ന്, എഫിഷ്യൻസി ഓഫ് ഫ്ലോ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. അതായത് എത്രത്തോളം ഫ്ലോ അവിടെ ആവശ്യമാണ്. Okay, what is the efficiency of flow? Which depends on hydraulic mean depth. Hydraulic mean depth എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാലോ ഫോർമുല അല്ലേ. ഹൈഡ്രോളിക് മീൻ ഡെപ്ത് is equal to area by perimeter. അതാണ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. അപ്പൊ ആ ഒരു ഹൈഡ്രോളിക് മീൻ ഡെപ്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ടാണ് നമ്മുടെ സീവേജ് ആ ഒരു പൈപ്പിലൂടെ ഒഴുകേണ്ടത്. ഓക്കെ, അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ ഏത് ഷേപ്പ് ഓഫ് സീവർ കൊടുക്കണം എന്നുള്ളത്. സർക്കുലർ കൊടുക്കണോ, എലിപ്റ്റിക്കൽ കൊടുക്കണോ, റെക്ടാങ്കുലർ കൊടുക്കണോ, ഹോഴ്സ് ഷൂ ഷേപ്പ് കൊടുക്കണോ എന്നുള്ളതൊക്കെ. പിന്നെ അവിടുത്തെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, ഏത് ഷേപ്പാണ് ഏറ്റവും സ്റ്റേബിൾ ആയി നിൽക്കുക, ആ ഒരു ഗ്രൗണ്ടില് ഏത് ഷേപ്പാണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയി നിൽക്കുക. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലും ഷേപ്പ് മാറും. പിന്നെ കോസ്റ്റ് ഓഫ് സീവർ, ഏത് സീവറിനാണോ ഏറ്റവും ചുരുങ്ങിയ കോസ്റ്റ് നമ്മൾ അതാണ് എപ്പോഴും സെലക്ട് ചെയ്യുക അല്ലെ. ഈസ് ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ്, ഏറ്റവും എളുപ്പത്തിൽ ഏതാണോ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലും നമ്മൾ ഷേപ്പിനെ മാറ്റം വരുത്തും അല്ലെ. റെസിസ്റ്റൻസ് ടു ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രഷേഴ്സ്, എത്രത്തോളം ഇപ്പൊ നമ്മളൊരു സീവർ, അതായത് പൈപ്പിലൂടെ വെള്ളം ഒഴുകുമ്പോൾ പൈപ്പിന്റെ ഉള്ളിൽ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും അല്ലെ. ആ ഒരു വെള്ളം ഫ്ലോ ചെയ്യുമ്പോൾ ഒരു പ്രഷർ വരും, ഇന്റേണൽ പ്രഷർ വരും. അതുപോലെ തന്നെ എക്സ്റ്റേണൽ പ്രഷേഴ്സ്, ഒരുപാട് പൈപ്പിന് ചുറ്റുഭാഗത്തും എക്സ്റ്റേണൽ പ്രഷേഴ്സ്, പുറം ഭാഗത്ത് ഒരുപാട് പ്രഷർ വരും. അറ്റ്മോസ്ഫറിക് പ്രഷർ ആവാം, അല്ലെങ്കിൽ വെഹിക്കിൾ ലോഡൊക്കെ അല്ലെ. നമ്മുടെ റോഡ് സൈഡിലൊക്കെ നമ്മൾ സീവർ ഇടുകയാണെങ്കിൽ, പൈപ്പ് ഇടുകയാണെങ്കിൽ വെഹിക്കുലർ ലോഡ്, ട്രാഫിക്കിന്റെ ലോഡ്, വെയിറ്റ് ഈ സീവറിലേക്ക് വരാം. അപ്പൊ അങ്ങനെ പല എക്സ്റ്റേണൽ പ്രഷേഴ്സും ആ ഒരു സീവർ താങ്ങേണ്ടി വരും. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലും നമ്മൾ ഷേപ്പിൽ വ്യത്യാസം വരുത്തും.
പിന്നെ അതുപോലെ മെയിൻ്റനൻസ് ഓഫ് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റീസ് ഈവൻ ഡ്യൂറിങ് മിനിമം ഫ്ലോ. ഏത് ഷേപ്പാണ് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റിയത്, ആ ഒരു ഗ്രൗണ്ടിൽ ഏത് ഷേപ്പിനാണോ സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റിയത് ആ ഒരു ഷേപ്പ് ആയിരിക്കും നമ്മൾ എന്തായാലും കൊടുക്കുന്നത്. ഓക്കെ, ഈവൻ ഡ്യൂറിങ് മിനിമം ഫ്ലോ, ഏറ്റവും കുറവ് ഫ്ലോ ഉള്ള സമയത്ത് പോലും എന്ത് അറ്റൈൻ ചെയ്യണം, നമ്മുടെ സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി അറ്റൈൻ ചെയ്യണം അല്ലെ. എന്താണ് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ 2-3 ക്ലാസ്സുകളിലായിട്ട് റിപ്പീറ്റ് ചെയ്യാണ്, എന്നാലും ഒന്നുകൂടെ പറയാം. സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി എന്ന് വെച്ചാൽ നോൺ സിൽറ്റിംഗ് നോൺ സ്കൗറിംഗ് വെലോസിറ്റി അല്ലെ. നോൺ സിൽറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു സീവേജിലുള്ള പാർട്ടിക്കിൾസ് താഴേക്ക് അടിഞ്ഞുകൂടില്ല, അതാണ് സിൽറ്റ് ചെയ്യില്ല. അതുപോലെ നോൺ സ്കൗറിംഗ് എന്നുവെച്ചാൽ നമ്മുടെ സീവേജിന്റെ വെലോസിറ്റി കൂടിയാൽ എന്ത് സംഭവിക്കും, പൈപ്പിന്റെ സൈഡൊക്കെ ഇറോഡ് ചെയ്യാൻ ഉള്ളൊരു ടെൻഡൻസി വരും അല്ലെ. അപ്പോൾ അതാണ് എന്ത് നോൺ സ്കൗറിംഗ്, അതാണ് സ്കൗറിംഗ് വെലോസിറ്റി. അപ്പൊ അങ്ങനത്തെ ഒരു വെലോസിറ്റിയിൽ സീവേജ് ഒഴുകാൻ പാടില്ല. അപ്പൊ അതിന്റെ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന വെലോസിറ്റിയാണ് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി. ഓക്കെ, അപ്പൊ ആ ഒരു വെലോസിറ്റി ഏത് ഷേപ്പാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ ഷേപ്പാണ് നമ്മൾ ആ ഒരു സ്ഥലത്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ഡിഫറെന്റ് ഷേപ്സ് ഓഫ് ക്രോസ് സെക്ഷൻ ഫോർ സീവേഴ്സ്, ഏതൊക്കെ ഷേപ്പിലാണ് നമ്മൾ സീവർ കൊടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ മെയിൻലി ദാറ്റ് ഇസ് ക്ലാസിഫൈഡ് ഇൻടു 2. രണ്ടായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് സർക്കുലാർ സെക്ഷൻ. നമുക്കറിയാം, നമ്മൾ കാണുന്ന പൈപ്പ്, പൊതുവെ ജനറലി കാണുന്ന പൈപ്പുകളെല്ലാം ഏത് ഷേപ്പാണ്? ക്രോസ് സെക്ഷൻ സർക്കുലാർ ക്രോസ് സെക്ഷൻ ആണ് അല്ലെ. വട്ടത്തിലാണ്. പക്ഷേങ്കിൽ വട്ടത്തിലല്ലാത്ത ഒരുപാട് പൈപ്പുകൾ ഉണ്ട്. അപ്പം അതിനെ നമുക്ക് ജനറൽ ആയിട്ട് നോൺ സർക്കുലാർ സെക്ഷൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇറ്റ് ഇസ് ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻടു 2, സർക്കുലാർ സെക്ഷൻ ആൻഡ് നോൺ സർക്കുലാർ സെക്ഷൻസ്. ഈ നോൺ സർക്കുലാർ സെക്ഷൻസിൽ വരുന്നതാണ് ഏതൊക്കെ? റെക്ടാങ്കുലാർ സെക്ഷൻ, സെമി എലിപ്റ്റിക്കൽ സെക്ഷൻ. എലിപ്സ് ഒക്കെ അറിയില്ലേ നിങ്ങൾക്ക്? എലിപ്സ് എന്താണ്? എലിപ്സ് ഷേപ്പ് എങ്ങനെയാണ് അറിയില്ലേ? അതായത് സർക്കിൾ നമുക്കറിയാം അല്ലെ, വട്ടം. എലിപ്സ് എന്ന് പറയുമ്പോൾ ഒരു ഓവൽ ഷേപ്പ് അല്ലെ. നിങ്ങൾ പഠിച്ചതാണ് എലിപ്സിനെ കുറിച്ച്. അപ്പോൾ അതിന്റെ പകുതി, ആ ഒരു എലിപ്സിന്റെ പകുതി, അതാണ് സെമി എലിപ്റ്റിക്കൽ ഷേപ്പ്. പിന്നെ ഹോസ് ഷൂ ഷേപ്പ്, ബാസ്കറ്റ് ഹാൻഡിൽ ടൈപ്പ്, അതായത് ഒരു ബാസ്കറ്റിന്റെ ഹാൻഡിൽ അതുപോലത്തെ ഒരു ഷേപ്പിൽ കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ എഗ് ഷേപ്ഡ് സെക്ഷൻസ്, എഗ് ഷേപ്പ്, മുട്ടേന്റെ ഷേപ്പിലും നമ്മൾ എന്ത് കൊടുക്കും? സീവറിന്റെ ക്രോസ് സെക്ഷൻസ് കൊടുക്കും. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം സർക്കുലാർ സെക്ഷൻ. സർക്കുലാർ സെക്ഷൻ കൂടുതൽ പറയേണ്ടതില്ല അല്ലെ. വട്ടത്തിലുള്ള പൈപ്പ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് സെക്ഷൻ ഫോർ സീവേഴ്സ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏത് സെക്ഷൻ തന്നെയാണ്? സർക്കുലാർ സെക്ഷൻ തന്നെയാണ്. It is suitable for diameters up to 1.5 meter. അപ്പൊ നമ്മുടെ ഡയമീറ്റർ ഒരു 1.5 മീറ്റർ വരെ നമ്മൾ എന്ത് കൊടുക്കാം? നമുക്ക് സർക്കുലാർ സെക്ഷൻ കൊടുക്കാം. It is constructed either by special wedge-shaped bricks in mortar or by plain or reinforced concrete. അപ്പൊ നമുക്ക് ഈ ഒരു സീവർ ബ്രിക്ക് വെച്ച് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കോൺക്രീറ്റ് വെച്ചും ഉണ്ടാക്കാം. ഓക്കെ, ബ്രിക്ക് വെച്ചാകുമ്പോൾ ബ്രിക്കിന്റെ ഇടയിൽ മോട്ടാറൊക്കെ തേച്ചിട്ട് വേണം. മോട്ടാർ എന്താണ്? മിക്സ്ചർ ഓഫ് സിമെന്റ് ആൻഡ് വാട്ടർ അല്ലെ. അതിനെയാണ് മോർട്ടാർ എന്ന് പറയുന്നത്. സിമെന്റ്, സാൻഡ് ആൻഡ് വാട്ടർ, അതാണ് മോർട്ടാർ. അതിന്റെ കൂടെ അഗ്രിഗേറ്റ് വരുമ്പോഴാണ് അതിനെന്ത് വിളിക്കുക? കോൺക്രീറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് കോൺക്രീറ്റ് വെച്ചും ഉണ്ടാക്കാം,
അല്ലെങ്കിൽ ബ്രിക്കിന്റെ ഇടയിൽ മോർട്ടാർ തേച്ച് അങ്ങനെയും ഉണ്ടാക്കാം. Smaller diameter pipes may be of stoneware or cast iron or other materials. അപ്പോൾ ചെറിയ ഡയമീറ്റർ പൈപ്പുകൾ എന്തൊക്കെ വെച്ചുണ്ടാക്കാറുണ്ട്? സ്റ്റോൺവെയർ, അതായത് കല്ല് വെച്ചുണ്ടാക്കും, അല്ലെങ്കിൽ ഇരുമ്പ് വെച്ചിട്ട് കാസ്റ്റ് അയൺ പൈപ്സ് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ വേറെയും ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. AC, അതായത് ആസ്ബസ്റ്റോസ് സിമെന്റ് പൈപ്സ് ഉണ്ട്, പിന്നെ വിട്രിഫൈഡ് ക്ലേ പൈപ്സ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് പൈപ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഡയമീറ്റർ ചെറുതാണെങ്കിൽ സ്റ്റോൺ വെയർ, കാസ്റ്റ് അയൺ പോലത്തെ മെറ്റീരിയൽസ് വെച്ചും പൈപ്പ് ഉണ്ടാക്കി കാണാറുണ്ട്. ഇൻസൈഡ് സർഫസ് ഹാസ് ടു ബി മെയ്ഡ് സ്മൂത്ത് ബൈ പ്ലാസ്റ്ററിങ്. അത് ശ്രദ്ധിക്കണം, നമ്മുടെ പൈപ്പ് ഉണ്ടാക്കുമ്പോൾ പൈപ്പിന്റെ ഉൾഭാഗത്തെ സർഫസ് എപ്പോഴും സ്മൂത്ത് ആയിരിക്കണം, അല്ലെ? അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വേസ്റ്റ് വാട്ടർ ആണ് ഇതിന്റെ ഉള്ളിലൂടെ ഒഴുകുന്നത്. അപ്പൊ വേസ്റ്റ് വാട്ടർ ആവുമ്പോൾ അതിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അപ്പൊ റഫ് സർഫസ് ആണെങ്കിൽ ആ പാർട്ടിക്കിൾസ് ഈ സർഫസിന്റെ മുകളിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് സംഭവിക്കാതിരിക്കാൻ എപ്പോഴും ഉൾഭാഗം സ്മൂത്ത് ആയിരിക്കണം. എന്നാലേ സീവേജിന് ഒരു ഒരു തടസ്സം കൂടാതെ, അല്ലെങ്കിൽ മെറ്റീരിയൽസ് സർഫസിൽ ഒട്ടിപ്പിടിക്കാതെ ഒഴുകാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് സർക്കുലർ സെക്ഷൻ. ഈ സർക്കുലർ സെക്ഷന്റെ കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. അപ്പൊ അഡ്വാൻറ്റേജ്, മെറിറ്റ്സ് എന്തൊക്കെയാണ്? ഫോർ റണ്ണിങ് ഫുൾ ആൻഡ് ഹാഫ് ഫുൾ കണ്ടീഷൻസ് ഇറ്റ് ഗിവ്സ് മാക്സിമം ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഫോർ ദ ഗിവൺ ഏരിയ. അപ്പൊ നമ്മുടെ ഫുൾ കണ്ടീഷൻ, അതായത് ഇപ്പൊ നമ്മുടെ സർക്കുലർ സീവറില് ഫുൾ എന്ന് പറയുന്നത് എന്താണ്? ഫുൾ അല്ലേ, അതായത് ആ ഒരു സർക്കിൾ മുഴുവൻ, ഏരിയ മുഴുവനും നമ്മുടെ സീവേജ് ഒഴുകുന്നുണ്ട്. പിന്നെ ഹാഫ് ഫുൾ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ പകുതി, അല്ലെ? പകുതിയാണ് സീവേജ് ഒഴുകുന്നത്. സോ ഫോർ റണ്ണിങ് ഫുൾ ആൻഡ് ഹാഫ് ഫുൾ കണ്ടീഷൻസ് ഇറ്റ് ഗിവ്സ് മാക്സിമം ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഫോർ ദ ഗിവൺ ഏരിയ. അപ്പൊ അതിന് മാക്സിമം ഹൈഡ്രോളിക് മീൻ ഡെപ്ത് തരും. നമ്മൾ ഇന്നലെ ഒരു പ്രോബ്ലം ചെയ്തപ്പോ നമ്മൾ കണ്ടിരുന്നു ഹൈഡ്രോളിക് മീൻ ഡെപ്ത്, അതായത് D എത്രയാണ് എന്നുള്ളത്, ഒരു ഹാഫ് ഫുൾ കണ്ടീഷനിലും അതുപോലെ ഫുൾ കണ്ടീഷനിലും എത്രയാണ് ഓർമ്മയുണ്ടോ? അത് D/4, അതായത് ഡയമീറ്റർ ബൈ 4. അതായിരിക്കും ഈ ഫുൾ കണ്ടീഷനിലും ഹാഫ് ഫുൾ കണ്ടീഷനിലും നമ്മുടെ സർക്കുലർ സെക്ഷനിന്റെ ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. അതാണ് അതിന്റെ മാക്സിമം വാല്യൂ. ഓക്കെ, അതായത് ഇപ്പൊ 1/4 ഭാഗം ഫ്ലോ ചെയ്യാണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് പറയുന്നത് D/4ലും ചെറിയ വാല്യൂ ആയിരിക്കും. പിന്നെ അതുപോലെ അര ഭാഗത്തിനും താഴെയാണ് നമ്മുടെ സീവേജ് ഒഴുകുന്നതെന്ന് വിചാരിക്കുക. അപ്പോഴും ഹൈഡ്രോളിക് മീൻ ഡെപ്തിന്റെ വാല്യൂ D/4ലും കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഫുൾ കണ്ടീഷനിലും ഹാഫ് ഫുൾ കണ്ടീഷനിലും ആണ് നമുക്ക് മാക്സിമം ഹൈഡ്രോളിക് മീൻ ഡെപ്ത് വാല്യൂ ആയ D/4 കിട്ടുന്നത്. ഹെൻസ് മാക്സിമം വെലോസിറ്റി is maintained compared to other sections, preventing deposition of solids. അപ്പൊ നമുക്ക് മാക്സിമം വെലോസിറ്റി ലഭിക്കും, അല്ലെ? ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ആയാൽ എന്താണ്? വെലോസിറ്റി ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കും. വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് നോൺ സിൽറ്റിംഗ് കണ്ടീഷൻ, അല്ലെ? അതായത് പാർട്ടിക്കിൾസ് അടിഞ്ഞു കൂടില്ല, എല്ലാ പാർട്ടിക്കിൾസും പൈപ്പിലൂടെ ഒഴുകി പൊക്കോളും. പിന്നെ അതുപോലെ ഇറ്റ് ഈസ് എക്കണോമിക്കൽ ഇൻ കൺസ്ട്രക്ഷൻ, ചീപ്പാണ്, ഈസി ടു കൺസ്ട്രക്ട് ചെയ്യാൻ എളുപ്പമാണ്. സർക്കുലർ സെക്ഷൻ ആണ് കൺസ്ട്രക്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം. Suitable for separate sewerage system where discharge is almost constant. ഒരു കോൺസ്റ്റന്റ് ഡിസ്ചാർജ് ഉള്ളിടത്ത്, അതായത് ഒരുപോലെ എന്നും വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു സർക്കുലർ സെക്ഷൻ ആണ് ഏറ്റവും സ്യൂട്ടബിൾ ഫോർ സെപ്പറേറ്റ് സീവറേജ് സിസ്റ്റം. എന്താണ് സെപ്പറേറ്റ് സീവറേജ് സിസ്റ്റം?
നമ്മുടെ റെസിഡൻഷ്യൽ വേസ്റ്റും അതുപോലെ സ്റ്റോം വാട്ടറും വേറെ വേറെ പൈപ്പിലൂടെ ഒഴുകുന്നത് അല്ലേ? അതിനെയാണ് സെപ്പറേറ്റ് സീവറേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് കേസ് ഇപ്പൊ സെപ്പറേറ്റ് സീവറേജ് സിസ്റ്റത്തില് ഏറ്റവും നല്ല ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ്. ഇനി അതിന്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ, its performance is poor in combined system because of low dry weather flow and consequently low velocity. അപ്പൊ നമ്മൾ പറഞ്ഞ സെപ്പറേറ്റ് സീവറേജ് സിസ്റ്റത്തിന് വളരെ നല്ലതാണ്. പക്ഷേ എങ്കിൽ കമ്പൈൻഡ് സിസ്റ്റത്തിൽ, അതായത് നമ്മുടെ റെസിഡൻഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റും റെയിൻ വാട്ടറും രണ്ടും കൂടെ ഒരൊറ്റ പൈപ്പിലൂടെ ഒഴുകുന്ന സിസ്റ്റം, അതിനെയാണ് കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു കമ്പൈൻഡ് സിസ്റ്റത്തില് ഈ ഒരു സർക്കുലർ ഷേപ്പ് എന്ന് പറയുന്നത് അത്ര ഇഫക്റ്റീവ് അല്ല. ഓക്കെ, കാരണം അങ്ങനത്തെ ഒരു സിസ്റ്റത്തില് ഡ്രൈ വെതർ ഫ്ലോ വളരെ കുറവായിരിക്കും. ഡ്രൈ വെതർ ഫ്ലോ എന്ന് പറയുന്നത് റെസിഡൻഷ്യലിൽ വരുന്ന വേസ്റ്റ് ആണ് ഡ്രൈ വെതർ ഫ്ലോ. അപ്പൊ അത് വളരെ കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് വെലോസിറ്റിയും കുറയാൻ സാധ്യതയുണ്ട്. The construction may be difficult in the case of masonry circular sievers. സർക്കുലർ സീവർ നമ്മൾ മേസൺറി വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, അതായത് ബ്രിക്ക് മേസൺറിയോ സ്റ്റോൺ മേസൺറിയോ ഒക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് കുറച്ച് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സർക്കുലർ സീവേഴ്സ്. ഇനി നമുക്ക് അടുത്ത സീവർ നോക്കാം, റെക്ടാങ്കുലർ സീവർ. അപ്പൊ റെക്ടാങ്കുലർ സീവറിന്റെ ഷേപ്പ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അല്ലേ, റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കും. എന്താ റെക്ടാങ്കുലർ ഷേപ്പ് ആണ്. ഇത് ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. ഈ എന്താണ് ബോർഡറിൽ കാണിച്ചിട്ടുള്ള സിമ്പൽ ഏതാണ്, എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഈ ചിത്രത്തിൽ കാണിക്കുന്ന റെക്ടാങ്കുലർ സീവർ കോൺക്രീറ്റ് വെച്ചിട്ട് കേട്ടോ. ഇത് കോൺക്രീറ്റിന്റെ സിമ്പൽ ആണ് അല്ലെ, കുത്തു വരച്ചിട്ട് ട്രയാങ്കിൾസ് വരയ്ക്കുന്നത് കോൺക്രീറ്റിന്റെ സിമ്പൽ ആണ്. നിങ്ങള് BPD ഒക്കെ പഠിച്ചതല്ലേ, ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് ഡ്രോയിങ് ഒക്കെ. അതില് S3 അല്ലെ, S3 പഠിച്ചതാണ്. അപ്പൊ അതില് നിങ്ങൾ ഈ സിമ്പിൾസ് ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊരു കോൺക്രീറ്റ് റെക്ടാങ്കുലർ സീവർ ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, so it is constructed in masonry or concrete. masonry വെച്ചും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം, അതുപോലെ കോൺക്രീറ്റ് വെച്ചും കൺസ്ട്രക്ട് ചെയ്യാം. It is also known as box type section. ഇതിന്റെ വേറൊരു പേരെന്താണ്? rectangular sewer is also called as box type section അല്ലേ, ബോക്സ് പോലെയാണ് അല്ലേ, അതുകൊണ്ട് ഇതിനെ വേറൊരു പേരാണ് ബോക്സ് ടൈപ്പ് സെക്ഷൻ. അപ്പൊ അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒന്ന് നോക്കാം. മെറിറ്റ്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ഈസി ടു കൺസ്ട്രക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്റ്റോറേജ് ഓൾസോ. നമുക്ക് വേണമെങ്കിൽ സ്റ്റോറിംഗ് പർപ്പസിനും ഈ ഒരു സീവർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ എക്കണോമിക്കലാണ് അല്ലെ, വളരെ പൈസ കുറവുള്ളതാണ്, ഉണ്ടാക്കാനൊക്കെ കോസ്റ്റ് കുറവാണ്. പക്ഷെ അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? The hydraulic mean depth is low for small discharges. അപ്പൊ നമ്മുടെ A/P ഏരിയ ബൈ പെരിമീറ്റർ, അതാണ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ലെ. അപ്പൊ ആ ഒരു ഹൈഡ്രോളിക് മീൻ ഡെപ്തിന്റെ വാല്യൂ കുറവാണ്. ചെറിയ ഡിസ്ചാർജ് ആണെങ്കിൽ അത് കുറവായിരിക്കും. ഈ ഏരിയ ബൈ പെരിമീറ്റർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏരിയ എന്ന് പറയുന്നത് വെറ്റഡ് ഏരിയ ആണ്. ഓക്കെ, അതുപോലെ പെരിമീറ്റർ എന്ന് പറയുന്നത് വെറ്റഡ് പെരിമീറ്റർ ആണ്. അതെന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഞാനൊരു ഇതാണ് ഇപ്പൊ റെക്ടാങ്കുലർ സീവർ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിപ്പോ ഒരു റെക്ടാങ്കുലർ ഷേപ്പ് ആണ് അല്ലെ. അപ്പൊ ഈ റെക്ടാങ്കുലർ ഷേപ്പില് നമുക്ക് ഇത്രത്തോളം ആണ്
സീവേജ് ഒഴുകുന്നത് എന്ന് വിചാരിക്കുക. അതായത് താഴെ സീവേജ് ഒഴുകുകയാണ്. ഓക്കെ, ഇത്രത്തോളം ഡെപ്തിലാണ് സീവേജ് ഒഴുകുന്നത് എങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ഈ ഒഴുകുന്ന ഏരിയ അതാണ്. അല്ലാണ്ട് റെക്ടാങ്കിളിന്റെ മുഴുവൻ ഏരിയ അല്ല നിങ്ങൾ എടുക്കേണ്ടത്. എത്ര ഭാഗമാണോ സീവേജ് ഒഴുകുന്നത് ആ ഏരിയ, അതാണ് വെറ്റഡ് ഏരിയ. ഓക്കെ, ഇതാണ് വെറ്റഡ് ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ അല്ലെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ സീവേജ് ഒഴുകുന്നതെങ്കിൽ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുന്നത് ഈ താഴെ ഇത്ര പോർഷൻ ആണ് വെറ്റഡ് പെരിമീറ്റർ. ഓക്കെ, അല്ലാതെ ടോട്ടൽ പെരിമീറ്റർ എടുക്കരുത്. ഓക്കെ, ആ റെക്ടാങ്കിളിന്റെ ടോട്ടൽ പെരിമീറ്റർ എടുക്കരുത്. എത്രയാണോ വെറ്റഡ് പെരിമീറ്റർ അതേ നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പാടും. അതാണ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. ഓക്കെ, അപ്പൊ ഡിസ്ചാർജ് കുറയുമ്പോൾ, അതായത് ഡിസ്ചാർജ് വളരെ താഴെയാണെങ്കിൽ, ഇത്രേ ഡിസ്ചാർജ് ഉള്ളൂ എങ്കിൽ ആ ഒരു വെറ്റഡ് ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുന്ന വാല്യൂ വിൽ ബി വെരി ലോ. So it cannot effectively take the load of overburden when width is large. ഈ റെക്ടാങ്കിളിന്റെ ഒരു പ്രശ്നം, റെക്ടാങ്കുലർ സെക്ഷന്റെ വിഡ്ത്ത് നമ്മൾ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ എന്താണ് പ്രശ്നം? മുകളിലുള്ള സോയിലിനെ അധികം ഇതിന് താങ്ങാൻ സാധിക്കില്ല. അതാണ് ഓവർബേർഡൻ സോയിൽ. നിങ്ങൾ ജിയോടെക്കിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ഓവർബേർഡൻ സോയിൽ എന്നുവെച്ചാൽ മുകൾ ഭാഗത്തുള്ള സോയിലിനെ ഒന്നും ഇതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല, ഇതിന് താങ്ങി നിർത്താൻ സാധിക്കില്ല. ഓക്കെ, അത് പൊട്ടിപ്പോവും. അപ്പൊ അതാണ് കുറച്ച് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് റെക്ടാങ്കുലർ സീവർ. ഇനി അടുത്തത് സെമി എലിപ്റ്റിക്കൽ സെക്ഷൻ. സെമി എലിപ്സ് ആണ്. അപ്പൊ നമുക്കറിയാം അല്ലെ, ഇതാ സെമി എലിപ്റ്റിക്കൽ. ഓക്കെ, ഈ ഒരു ഡയഗ്രാം നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് എലിപ്സ് കിട്ടും. അപ്പൊ എലിപ്സിന്റെ പകുതിയാണ് സെമി എലിപ്റ്റിക്കൽ സെക്ഷൻ. So it is constructed in either concrete or masonry. അപ്പൊ ഇതും അതുപോലെ തന്നെ, ഇതിപ്പോ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ബ്രിക്ക് മേസൺറി വെച്ച് അല്ലെ. ബ്രിക്കിന്റെ ഇടയിൽ അതാ മോർട്ടാർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ബ്രിക്ക് മേസൺറി വെച്ചുള്ള സെമി എലിപ്റ്റിക്കൽ സെക്ഷൻ ആണ്. ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത് സിംബല് സൂചിപ്പിക്കുന്നത് കോൺക്രീറ്റ് ആണ് അല്ലെ. അപ്പൊ കോൺക്രീറ്റ് സെമി എലിപ്റ്റിക്കൽ സെക്ഷൻ. Okay, it is suitable for soft soils. നമ്മുടെ സോയിൽ, അതായത് ഗ്രൗണ്ടിലെ സോയില് സോഫ്റ്റ് ആണെങ്കിൽ, അതായത് ഹാർഡ് റോക്ക് പാറ പോലത്തെ സോയിൽ അല്ല, നമ്മൾക്ക് വളരെ സോഫ്റ്റ് സോയിൽ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന സെക്ഷൻ ആണ് സെമി എലിപ്റ്റിക്കൽ സെക്ഷൻ. ഓക്കെ, അപ്പൊ അതിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? സ്ട്രക്ചറലി മോർ സ്റ്റേബിൾ because of arch action. അപ്പൊ നമ്മൾ കണ്ടല്ലേ, ഒരു ആർച്ച് ഷേപ്പിലാണ് നമ്മുടെ സെമി എലിപ്റ്റിക്കൽ സെക്ഷൻ ഇരിക്കുന്നത്. അപ്പൊ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഷേപ്പ് എന്നറിയപ്പെടുന്നത് ആർച്ച് ഷേപ്പിനെയാണ്. അത് നിങ്ങൾക്ക് അറിയോന്നറിയില്ല. ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഷേപ്പ്, പൊട്ടാത്ത ഷേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സെമി സർക്കിൾ ഒന്നും അല്ല, അത് ആർച്ച് ഷേപ്പാണ്. അപ്പൊ ഈ ഒരു സെമി എലിപ്റ്റിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് ആർച്ച് ഷേപ്പിലാണുള്ളത്. സോ ദാറ്റ് ഈസ് മോർ സ്റ്റേബിൾ ഡ്യൂ ടു ആർച്ച് ആക്ഷൻ. ആർച്ച് ആക്ഷൻ കാരണം ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ ആണ്. പൊട്ടിപ്പോവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് കമ്പയർഡ് ടു നമ്മൾ മുന്നേ പഠിച്ച ബാക്കിയെല്ലാം. Masonry or concrete below the springing line is less. അതായത് നമുക്ക് ഒരു സ്പ്രിംഗിങ് ലൈൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇതാണ് എലിപ്റ്റിക്കൽ സെക്ഷൻ ആണെങ്കിൽ അതിന്റെ മിഡിൽ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ, അതാണ് സ്പ്രിംഗിങ് ലൈൻ. ഓക്കെ, അപ്പൊ ആ സ്പ്രിംഗിങ് ലൈനിന്റെ താഴോട്ട് നമുക്ക് കോൺക്രീറ്റ് ഒക്കെ കുറച്ച് ആവശ്യമായിട്ട് വരും. അതിന്റെ മുകളിലേക്ക്, ആർച്ചിന്റെ മുകൾ ഭാഗത്താണ് നമുക്ക് മെയിൻ ആയിട്ട് മേസൺറി അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊടുക്കേണ്ടി വരിക. പിന്നെ അതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്താന്ന് വെച്ചാൽ, അറ്റ് ലോ ഡെപ്ത്സ് ഓഫ് സീവേജ് വെലോസിറ്റി ഈസ് ലെസ്. അപ്പൊ അതായത് നമ്മുടെ സെമി എലിപ്റ്റിക്കൽ സെക്ഷനില് താഴെയാണ് നമ്മുടെ സീവേജ് എങ്കിൽ, അതായത് കുറച്ച് ഡിസ്ചാർജ് ഉള്ളൂ എങ്കിൽ
അവിടെ ഒഴുകുന്ന കിട്ടാവുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കൺസ്ട്രക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ആ ഒരു ഷേപ്പ് എത്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കൺസ്ട്രക്ട്. അതാണ് സെമി എലിപ്റ്റിക്കൽ സെക്ഷൻ. ഇനി അടുത്തത് ഹോഴ്സ് ഷൂ ടൈപ്പ് സെക്ഷൻ ആണ്. ഹോഴ്സ് ഷൂ ടൈപ്പ് സെക്ഷൻ, ഇതാണ് ഹോഴ്സ് ഷൂ ടൈപ്പ്. ആ ഒരു ഷേപ്പിനെയാണ് എന്ത് പറയുന്നത്, ഹോഴ്സ് ഷൂ എന്ന് പറയുന്നത്. It has semicircular on top with sides inclined or vertical. അപ്പൊ ഈ ഒരു സെക്ഷനെ, ഈ ഹോഴ്സ് ഷൂ സെക്ഷനെ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിനായിട്ട് ഒരു 3 സോൺ ആയിട്ട് തിരിക്കാം. ഓക്കെ, ഇതാ സോൺ 1, സോൺ 2, സോൺ 3. അപ്പൊ ഇത് പകുതിയിലൂടെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെയും. ഓക്കെ, അപ്പൊ അങ്ങനെ 3 സോണുകളായിട്ട് നമുക്ക് വേണമെങ്കിൽ തിരിക്കാം. അപ്പൊ ഈ ഒരു ഹോഴ്സ് ഷൂ ടൈപ്പ് സെക്ഷനിൽ പറയുന്നത് ഈ മുകൾ ഭാഗത്തെ സോണ് സെമി സർക്കുലർ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, മുകൾ ഭാഗത്തുള്ള സോണിന്റെ ഷേപ്പ് എന്താണ്, സെമി സർക്കുലർ ഷേപ്പ്. പിന്നെ അതിന് തൊട്ട് താഴെയുള്ള സോണിന്റെ സൈഡ് വാൾസ് എങ്ങനെയായിരിക്കും, ഒന്നെങ്കിൽ ഇൻക്ലൈൻഡ് ആയിരിക്കും അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിരിക്കും, നേരെ താഴോട്ട് വെർട്ടിക്കൽ ആയിരിക്കും. അപ്പൊ ഏറ്റവും മുകൾ ഭാഗം സെമി സർക്കിൾ ആണ്, പിന്നെ അടുത്തത് ഇൻക്ലൈൻഡ് ഓർ വെർട്ടിക്കൽ ആയിരിക്കും. പിന്നെ ഇൻവേർട്ട് മേ ബി ഫ്ലാറ്റ്, സർക്കുലർ ഓർ പാരാബോളോയിഡ്. പിന്നെ ഈ മൂന്നാമത്തെ അടിയിലുള്ള സോണ്, സോൺ 1 എന്ന് എഴുതിയിട്ടുള്ള അടിയിലെ സോണ്, അതായത് ഇൻവേർട്ടഡ് പോർഷൻ, അവിടെ അത് ഫ്ലാറ്റ് ആവാം, സർക്കുലർ ആവാം, അല്ലെങ്കിൽ പാരബോളോയിഡ് ആവാം. ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ ഒരു പാരബോളോയിഡ് പോലെയാണ് അല്ലെ, പാരബോള പോലെയാണ്. ഓക്കെ, അപ്പൊ അതാണ് ഹോഴ്സ് ഷൂ ടൈപ്പ് സെക്ഷനിന്റെ പ്രത്യേകത. അപ്പൊ എന്താണ്, ഏറ്റവും മുകളിലുള്ള സോണ് സെമി സർക്കുലർ സെക്ഷൻ ആയിരിക്കും. അതിന്റെ തൊട്ട് താഴെയുള്ള സോണിന്റെ സൈഡ് വാൾസ് ഒന്നെങ്കിൽ ഇൻക്ലൈൻഡ് ആവാം അല്ലെങ്കിൽ വെർട്ടിക്കൽ ആവാം അല്ലേ. പിന്നെ ഏറ്റവും അടിയിലുള്ള സോണ് ഫ്ലാറ്റ് ആവാം, സർക്കുലർ ആവാം, പാരബോളോയിഡ് ആവാം. ഓക്കെ, അപ്പൊ അതാണ് ഹോഴ്സ് ഷൂ ടൈപ്പ് സെക്ഷനിന്റെ പ്രത്യേകത. ഇനി അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് മെറിറ്റ്സ് നോക്കാം അല്ലെ. It is suitable for large sievers with heavy discharge. അപ്പൊ നമ്മുടെ ഹോഴ്സ് ഷൂ ടൈപ്പ് എന്തിനാണ് ഏറ്റവും നല്ലത്, അനുയോജ്യമായിട്ടുള്ളത്, ലാർജ് സീവേഴ്സ്, വലിയ സീവേഴ്സിന്, വിത്ത് ഹെവി ഡിസ്ചാർജ്, ഒരുപാട് ഡിസ്ചാർജ് വരുന്ന വലിയ സീവേഴ്സിനൊക്കെ നല്ല ഒരു ഷേപ്പാണ് ഇത്, ഹോഴ്സ് ഷൂ ഷേപ്പ് അല്ലെ. It is suitable when available headroom for the construction is limited. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സീവർ ഉണ്ടാക്കുന്ന സമയത്ത് സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ, അതായത് ഹെഡ്റൂം എന്ന് പറഞ്ഞാൽ എന്താ, തല തട്ടാതിരിക്കാൻ, അതായത് ഹൈറ്റ് ഉദ്ദേശിക്കുന്നത് ആ ഒരു സെക്ഷനിന്റെ ഹൈറ്റ് ആണ്. അപ്പൊ ആ ഒരു ഹൈറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ, ഹൈറ്റ് അധികം ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷേപ്പാണ് ഹോഴ്സ് ഷൂ ഷേപ്പ്. ഇനി അതിന്റെ ഡ്രോബാക്സ് എന്തൊക്കെയാന്ന് നോക്കാം. ലോ വെലോസിറ്റി വെൻ ഡിസ്ചാർജ് സ്മോൾ. ഇവിടെ അതുപോലെ തന്നെ ഡിസ്ചാർജ് കുറവാണെങ്കിൽ വെലോസിറ്റി കുറയും. വെലോസിറ്റി കുറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സിൽറ്റിംഗ് കണ്ടീഷൻ നടക്കും അല്ലെ. പിന്നെ അതുപോലെ വേറൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കൺസ്ട്രക്ട്. ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ആ ഒരു ഷേപ്പിൽ എത്തിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കമ്പയർഡ് ടു സർക്കുലർ ഷേപ്പ് അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഷേപ്പ്, സെമി എലിപ്റ്റിക്കൽ ഷേപ്പ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഹോഴ്സ് ഷൂ ഷേപ്പ്, കാരണം നമ്മൾ 3 സോൺ ആക്കി തിരിച്ചിട്ടുണ്ട് അല്ലെ. ആ മുകൾ ഭാഗം സെമി സർക്കിൾ ആയിരിക്കണം,
പിന്നെ നടുവിലെ സോണിൽ സൈഡ് വാൾസ് ഒന്നെങ്കിൽ ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിരിക്കണം. താഴ്ഭാഗം ഫ്ലാറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ പാരബോളോയിഡ് ആയിരിക്കണം. സോ ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കൺസ്ട്രക്ട്. ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതാണ് നിങ്ങളുടെ 4 ടൈപ്പ് സെക്ഷൻസ്, സീവർ സെക്ഷൻസ്. ഇനി അടുത്തത് പറയുന്നതാണ് ബാസ്ക്കറ്റ് ഹാൻഡിൽ ടൈപ്പ്. ബാസ്ക്കറ്റ് ഹാൻഡിൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഈ ഷേപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? ഒരു ബാസ്ക്കറ്റിന്റെ ഹാൻഡിലിന്റെ ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളൊരു ബാസ്ക്കറ്റ് പിടിക്കുകയാണ്, അതാ ഇവിടെ ബാസ്ക്കറ്റിന്റെ പിടിയാണ് അല്ലേ ഇത്. അപ്പൊ ആ ഒരു ഷേപ്പിലും നമുക്ക് സീവർ ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് ഒരു ബാസ്ക്കറ്റ് ഹാൻഡിൽ ടൈപ്പ്. സോ ഷേപ്പ് റിസംബിൾസ് ദ ബാസ്ക്കറ്റ് ഹാൻഡിൽ ആൻഡ് ഹെൻസ് ദ നെയിം. ആ ഷേപ്പ് അതുപോലെയാണ് അല്ലേ? സോ ഇറ്റ് ഇസ് കൺസ്ട്രക്റ്റഡ് ഇൻ RCC. പൊതുവെ ഇത് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് വെച്ചാണ് ഈ ഒരു ബാസ്ക്കറ്റ് ഹാൻഡിൽ ടൈപ്പ് സീവർ സെക്ഷൻ ഉണ്ടാക്കാറ്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാന്ന് നോക്കാം. അഡ്വാൻറ്റേജ്: self-cleansing velocity can be developed even for small discharge. അത് വളരെ നല്ലൊരു കാര്യമാണ് അല്ലേ? ഡിസ്ചാർജ് കുറവാണെങ്കിലും നമുക്ക് എന്ത് അറ്റൈൻ ചെയ്യാൻ സാധിക്കും? സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി അറ്റൈൻ ചെയ്യാൻ സാധിക്കും. അതായത് അവിടെ പാർട്ടിക്കിൾസ് അടിഞ്ഞു കൂടാനോ അല്ലെങ്കിൽ പൈപ്പിന്റെ മെറ്റീരിയൽ ഇറോഡ് ആവാനോ സാധ്യത കുറവാണ്. അതുപോലെ section can function efficiently for large discharges also. അപ്പോൾ ഡിസ്ചാർജ് ഒരുപാട് കൂടിയാലും നമ്മുടെ സീവറിന്റെ എഫിഷ്യൻസി കുറയുന്നില്ല അല്ലേ? എത്രയാണോ അതിന്റെ ഇൻലെറ്റില് സീവേജ് വരുന്നത് അത്ര തന്നെ അത് ഔട്ട്ലെറ്റിലും ട്രാൻസ്മിറ്റ് ചെയ്യും അല്ലെ? അതാണ് എഫിഷ്യൻസിയിൽ കുറവ് വരുന്നില്ല. അതാണ് കുറച്ച് മെറിറ്റ്സ്. ഇനി ഡീമെറിറ്റ്സ് എന്താന്ന് നോക്കാം. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹോഴ്സ് ഷൂ ഷേപ്പിനൊക്കെ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കൺസ്ട്രക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലെ? നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുമല്ലോ. നമുക്ക് ആ ഒരു ഷേപ്പ്, ഒരു ബാസ്ക്കറ്റ് ഹാൻഡിൽ ടൈപ്പ് ഷേപ്പ്, ആ ഒരു ഷേപ്പിലേക്ക് എത്തിച്ച് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് അല്ലെ? പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ഈസ് കോസ്റ്റ്ലി ആൻഡ് അൺഎക്കണോമിക്കൽ. കോസ്റ്റ് വളരെ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് അൺഎക്കണോമിക്കൽ അല്ലേ? ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ബാസ്ക്കറ്റ് ടൈപ്പ് ഹാൻഡിൽ ടൈപ്പ് സീവേഴ്സിന്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും. ഇനി ഒരു ടൈപ്പ് കൂടിയാണല്ലേ ഉള്ളത്. എഗ് ഷേപ്ഡ് സെക്ഷൻസ്. എഗ് ഷേപ്പ്, മുട്ടേന്റെ ഷേപ്പിലുള്ള സെക്ഷൻസ് ആണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? ഈ എഗ് ഷേപ്ഡ് സെക്ഷൻസ് 2 ടൈപ്പിൽ അവൈലബിൾ ആണ്. ഒന്ന് സ്റ്റാൻഡേർഡ് എഗ് ഷേപ്പ്. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് എഗ് ഷേപ്ഡ് സെക്ഷൻ. അതായത് നമ്മുടെ റേഡിയസ്, ഇപ്പൊ ഇത് റേഡിയസ് 6 ആണ് റേഡിയസ് എങ്കിൽ, അതായത് നമ്മുടെ ഒരു മുട്ട എടുക്കുക, ആ മുട്ടയ്ക്ക് 2 സർക്കിൾസ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ എഗ് ഷേപ്പിന് മുകളിൽ ഒരു വലിയ സർക്കിളും താഴെ ഒരു ചെറിയ സർക്കിളുമായി നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ മുകളിലെ വലിയ സർക്കിളിന്റെ റേഡിയസ് 6 ആണെങ്കിൽ അതിന്റെ പകുതിയാണ് താഴത്തെ സർക്കിളിന്റെ റേഡിയസ്. ഓക്കെ, 0.5 r. അതാണ് സ്റ്റാൻഡേർഡ് ഫോം. ഇവിടെ എത്രയാണോ അതിന്റെ പകുതിയാണ് താഴത്തെ സർക്കിളിൽ വരുന്നത്. ഇനി നമ്മുടെ ന്യൂ ഒവോയിഡ് ഫോം, വേറൊരു ഫോമാണ് ന്യൂ ഒവോയിഡ് ഫോം. ഈ ന്യൂ ഒവോയിഡ് ഫോമിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവിടെ മുകളിലെ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആണ്. ഉള്ളിലെ ഒരു ഇന്നർ സർക്കിൾ ഉണ്ട്. ആ ഇന്നർ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഈ 6ന്റെ 1/4 ആണ്. 1/4 ഭാഗം മാത്രമേ വരുന്നുള്ളൂ.
ആ ഇന്നർ സർക്കിളിന്റെ റേഡിയസ്. അതായത് 0.25r അല്ലെ, 1/4 എന്ന് പറയുമ്പോൾ 0.25. അപ്പൊ 0.25r ആണ് ഇന്നർ സർക്കിളിന്റെ റേഡിയസ്. പിന്നെ മുകളിലത്തെ റേഡിയസ് 6 തന്നെ. അതാണ് ന്യൂ ഓവോയിഡ് ഫോം. ഓക്കെ. അപ്പൊ ഈ ഒരു എക്സ് ഷേപ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് വിത്ത് RCC masonry at site. അത് ശ്രദ്ധിക്കണം. കഴിഞ്ഞ സീവേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഒന്നെങ്കിൽ ബ്രിക്ക് മേസൺറി വെച്ചുണ്ടാക്കാം, അല്ലെങ്കിൽ കോൺക്രീറ്റ് വെച്ചുണ്ടാക്കാം അല്ലെ. പക്ഷേങ്കിൽ എഗ് ഷേപ്ഡ് സെക്ഷൻസിന്റെ പ്രത്യേകത ഇത് ഓൺ സൈറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ. അതായത് എവിടെയാണോ നമുക്ക് ഈ സീവർ വെക്കേണ്ടത് ആ വെക്കേണ്ട സ്ഥലത്ത് വെച്ചാണ് നമ്മൾ ഈ ഒരു സീവർ ഉണ്ടാക്കിയെടുക്കുന്നത്. അതും എങ്ങനെയാണ്? കോൺക്രീറ്റിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. RCC മേസൺറി അല്ലെ, അതായത് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് മേസൺറിയിൽ ആ സൈറ്റിൽ വെച്ചാണ് നമ്മൾ ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. New ovoid shape is an improvement over standard egg-shaped section. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോമിന്ന് കുറച്ച് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഫോം ആണ് ഇത് ന്യൂ അവോയ്ഡ് ഫോം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി വിൽ ബി അവൈലബിൾ ഈവൻ ഡ്യൂറിങ് സ്മോൾ ഡിസ്ചാർജസ്. ചെറിയ ഡിസ്ചാർജിൽ പോലും എന്തുണ്ട്? നമ്മുടെ സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റും അല്ലെ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ബാസ്കറ്റ് ഹാൻഡിൽ ടൈപ്പിന്റെ അതേ പ്രോപ്പർട്ടി ഇതിനുമുണ്ട്, എഗ് ഷേപ്പിനുണ്ട്. എന്താണ്? ഏറ്റവും ചെറിയ ഡിസ്ചാർജിൽ പോലും അതിന് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി, അതായത് സിൽറ്റിങ്ങോ സ്കൗറിങ്ങോ സംഭവിക്കാതെ ആ സീവേജിനെ ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കും അല്ലേ. പിന്നെ അതുപോലെ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ കമ്പൈൻഡ് സീവറേജ് സിസ്റ്റം ആസ് വെൽ ആസ് സെപ്പറേറ്റ് സിസ്റ്റം. നമ്മൾ സർക്കുലർ സീവേഴ്സ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, സർക്കുലർ സീവർ ഏതിനാണ് പറ്റുക? സെപ്പറേറ്റ് സിസ്റ്റത്തിന് അല്ലേ. സർക്കുലർ സീവേഴ്സ് ആർ ഗുഡ് ഫോർ സെപ്പറേറ്റ് സിസ്റ്റം. കമ്പൈൻഡ് സിസ്റ്റത്തിന് സർക്കുലർ സീവേഴ്സ് അത്ര സ്യൂട്ടബിൾ അല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേങ്കിൽ ഈ ഒരു ഷേപ്പ് എഗ് ഷേപ്ഡ് സീവേഴ്സ് ദേ ആർ സ്യൂട്ടബിൾ ഫോർ രണ്ടിനും അല്ലെ, കമ്പൈൻഡ് സിസ്റ്റത്തിനും അതുപോലെ സെപ്പറേറ്റ് സിസ്റ്റത്തിനും രണ്ടിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഷേപ്പാണ് എഗ് ഷേപ്പ്. പിന്നെ അതുപോലെ better hydraulic properties compared to circular section. Circular sectionsനെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഹൈഡ്രോളിക് പ്രോപ്പർട്ടീസ് ഒക്കെ വളരെ നല്ലതാണ് compared to circular section. ഹൈഡ്രോളിക് പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അതുപോലത്തെ പ്രോപ്പർട്ടീസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊക്കെ വളരെ നല്ലതാണ് compared to circular sections. വലിയ വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ഇനി അതിന്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഊഹിക്കാം അല്ലെ. കൺസ്ട്രക്ഷൻ ഇസ് ഡിഫിക്കൽട്ട്. കൺസ്ട്രക്ഷൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. എഗ് ഷേപ്പ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ. കാരണം മുകളിൽ 2 സർക്കിൾസ് ആയിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. അതെല്ലാം മുകളിലെ സർക്കിളിന്റെ റേഡിയസ് 6 ആണെങ്കിൽ അതിന്റെ പകുതി റേഡിയസിൽ വേണം നമ്മൾ അതിന്റെ താഴത്തെ സർക്കിൾ ഉണ്ടാക്കിയെടുക്കാൻ. അല്ലെങ്കിൽ അതിന്റെ 1/4 ഭാഗത്തിൽ വേണം നമ്മൾ താഴത്തെ സർക്കിൾ ഉണ്ടാക്കിയെടുക്കാൻ അല്ലേ. സോ ദ കൺസ്ട്രക്ഷൻ ഇസ് ഡിഫിക്കൽട്ട്. പിന്നെ അതുപോലെ ലെസ് സ്റ്റേബിൾ ദാൻ സർക്കുലർ സെക്ഷൻസ്. സർക്കുലർ സെക്ഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഈ എഗ് ഷേപ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത് അത്ര സ്റ്റേബിൾ അല്ല. ഓക്കെ. സർക്കുലർ സെക്ഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിന് എല്ലാ ഭാഗത്തും സിമെട്രി ഉണ്ട്, ഒരേപോലെയാണ് അല്ലെ. അതുകൊണ്ട് ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ ആണ്. നേരെ മറിച്ച് ഒരു എഗ് ഷേപ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത് അത്ര സ്റ്റേബിൾ അല്ല. ഓക്കെ. പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാണ് നിങ്ങളുടെ
ടൈപ്സ് ഓഫ് സീവർ സെക്ഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് 5 സീവർ സെക്ഷൻസ് ആണ് ഇപ്പൊ പഠിപ്പിച്ചത്. ഓരോന്നിന്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമ്മൾ പറഞ്ഞു അല്ലെ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി നോക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീവർ മെറ്റീരിയൽസിനെ കുറിച്ചാണ്. ഓക്കെ, ഏതൊക്കെ മെറ്റീരിയലിലാണ് സീവർ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ നോക്കിയത് സെക്ഷൻസ് അല്ലെ, ഷേപ്പ്, സീവറിന്റെ ഷേപ്പിനെ കുറിച്ചാണ് ഇന്ന് പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് സീവറിന്റെ മെറ്റീരിയൽ, ഏത് മെറ്റീരിയൽ വെച്ചാണ് നമ്മുടെ പൈപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു. താങ്ക് യു.